നമസ്കാരം. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന സ്ഥാനവും ലോക നേതാക്കന്മാരിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനവും ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇന്നത്തെ UAE അംബാസഡറുടെ പ്രസ്താവന. ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ ഒരൊറ്റ ഫോൺ കോൾ മതിയെന്ന് UAE അംബാസഡർ ഹുസൈൻ ഹസൻ മിർസ. യുദ്ധം ഇനിയും നീണ്ടുപോയാൽ ലോകത്തിന്റെ ക്രമമാകെ മാറും, ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആകെ മാറും. ഇന്ധന നീക്കം തടസ്സപ്പെട്ടതുകൊണ്ട് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $119 വരെ ഉയർന്നിട്ട് വീണ്ടും ഒരൽപ്പം താഴ്ന്ന് $101 നിൽക്കുകയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിലുള്ള ഏറ്റവും ഉയർന്ന വിലയാണിത്. $100 കടന്നപ്പോൾ തന്നെ സാമ്പത്തിക മാന്ദ്യം ലോകമാകെ ബാധിച്ചു കഴിഞ്ഞു. ലോകമാകെ സ്റ്റാഗ്ഫ്ലേഷനിലാണ്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യവും വിലക്കയറ്റവും ഒരുമിച്ച് വരുന്ന അവസ്ഥയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പോൾ പാചകവാതകത്തിന്റെ വില 60 രൂപയോളം കൂടിയിരിക്കുന്നു. മാത്രമല്ല, പെട്രോളിന്റെ വില ഉയർത്തുന്നതിന് കമ്പനികൾ പമ്പുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ലോകമാകെ സാമ്പത്തിക മാന്ദ്യത്തിൽ അടിപ്പെട്ട് കഴിഞ്ഞു. യുദ്ധം നീളുന്നത് ഗൾഫ് മേഖലയെ സാരമായി ബാധിക്കും. യഥാർത്ഥത്തിൽ അത് ബാധിക്കുക ഇന്ത്യയെയാണ്. 1 കോടിയിലധികം പ്രവാസി ഇന്ത്യക്കാർ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ കൂടുതലും കേരളത്തിലുള്ളവർ. കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലാണ് ഗൾഫിൽ നിന്നുള്ള പണം. അതിന്റെ വരവ് നിലച്ചു കഴിഞ്ഞാൽ കേരളത്തെയും ഒരുപാട് അത് ബാധിക്കും. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി തടസ്സപ്പെടുന്നതോടൊപ്പം കരാർ മേഖലയെയും ഈ സാമ്പത്തിക മാന്ദ്യം വളരെയധികം ബാധിക്കും. ഇതുവരെ അനുഭവിക്കാത്ത വിധത്തിലുള്ള നടുക്കത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനിലേക്ക് നടത്തിയ ആക്രമണം, തുടർന്ന് ഇറാൻ നടത്തിയ പ്രത്യാക്രമണം കൂടുതലും ഗൾഫ് രാജ്യങ്ങളെയാണ് നടുക്കിയത്. അമേരിക്കയുടെ വ്യോമസേനാ താവളങ്ങൾ ധാരാളമുണ്ട് ഗൾഫ് മേഖലയിൽ. അവിടേക്ക് നടത്തിയ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയാകെ യുദ്ധത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ആക്രമണങ്ങളെ ആശങ്കയോടെയാണ് ലോകം കണ്ടത്. ഇതിനെതിരെ പ്രതിഷേധവും ഇരമ്പുന്നുണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ. 1 കോടിയോളം ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ. ഈ യുദ്ധം മൂലം അവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ, അവരെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ ഇവരുടെ തിരിച്ചൊഴുക്ക് ഇന്ത്യയിലേക്കുണ്ടാകും. അത് ഇന്ത്യക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറത്തായിരിക്കും. അത് ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥയെ കാര്യമായി ബാധിക്കും. ഈ ഒരു അവസരത്തിലാണ് UAE അംബാസഡറുടെ പ്രസ്താവന. മോദിയുടെ ഒരൊറ്റ ഫോൺ കോൾ മതി, ഈ യുദ്ധം അവസാനിക്കും എന്നുള്ള ആ പ്രസ്താവന ലോകരാഷ്ട്രങ്ങൾക്കാകെ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇസ്രയേൽ മേധാവികളോടും ഇറാൻ ഭരണാധികാരികളോടും മോദിക്ക് വ്യക്തിപരമായ അടുപ്പമുണ്ട്. ആ അടുപ്പത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് ഹസൻ മിർസ ഈ പ്രസ്താവന നടത്തിയത്. മോദിയുടെ ഈ സൗഹൃദ ബന്ധം ഉപയോഗിച്ച് ഈ യുദ്ധത്തിന് തടസ്സമിടാൻ കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര നിലപാടും മോദിയുടെ ഇടപെടലും പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ മഹത്തായ ഒരു രാഷ്ട്രമാണെന്നും ലോക നേതാക്കന്മാർക്കിടയിലുള്ള മോദിയുടെ സ്വാധീനവും ബന്ധവും വളരെ വലുതാണെന്നും അദ്ദേഹത്തിന് വളരെ കാര്യമായി ഈ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് ഹസൻ മിർസ സൂചിപ്പിച്ചു. ഒരൊറ്റ ഫോൺ കോളിൽ ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന വ്യക്തിയാണ് മോദിയെന്നും, ഒരൊറ്റ ഫോൺ കോൾ മതി ഇസ്രയേൽ പ്രധാനമന്ത്രിക്കും ഇറാനിലെ പരമാധികാരിയിലേക്കും എത്തിയാൽ ഈ പ്രശ്നം ഇവിടെ തീരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 10 ദിവസം മുമ്പ് ഇസ്രയേലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതാണെന്നും ഇറാന്റെ ഭരണാധികാരികളുമായി അത്രയും സൗഹൃദമായി പെരുമാറുന്ന ആളാണ് മോദിയെന്നും എന്ന നയതന്ത്ര ബന്ധമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഫോൺ കോളിലൂടെ എന്ത് മാറ്റവും വരുത്താൻ മോദിക്ക് കഴിയുമെന്നും ഹസൻ മിർസ പ്രസ്താവിച്ചു. UAE ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിനാകെ സമാധാനം വരുത്താൻ ഇന്ത്യക്കും മോദിക്കും കഴിയുമെന്ന് അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. ഇതാണ് ലോക നേതാക്കൾക്കിടയിലുള്ള നരേന്ദ്രമോദിയുടെ ബലം. ഇതാണ് ലോക നേതാക്കൾക്കിടയിലുള്ള നരേന്ദ്രമോദിയുടെ വില. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം ഇതാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോക നേതാക്കൾക്കിടയിൽ മോദിയുടെ സ്ഥാനവും. അതിലൂടെ ഇന്ത്യയുടെ വളർച്ച ലോകത്തിനാകെ ശുഭകരമാകട്ടെ. യുദ്ധമില്ലാത്ത ഒരു ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.